ഹായ് കൂട്ടുകാരെ, ഇന്ന് 4 മണിക്ക് കഴിക്കാനായിട്ട് ഞാൻ ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ മുമ്പ് കുറച്ച് ഉഴുന്ന് കഴുകി വെള്ളത്തിൽ കുതിരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്ന് വന്നപ്പോൾ നല്ല ഫൈനായിട്ട് ഇതുപോലെ കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഉഴുന്ന് ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സബോള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ ഒന്നും കൂടെ അതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരും. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, അത്രയും അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചില ചായക്കടകളിൽ നിന്നൊക്കെ ഉഴുന്നുവട കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ പെരിഞ്ജീരകം, ചില്ലി ഫ്ലേക്സ്, കുരുമുളകൊക്കെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യാമെന്ന്. ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ചേർത്താണ് ഉണ്ടാക്കാറുള്ളത്. ഇതൊക്കെ വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ പെരിഞ്ജീരകമൊക്കെ വയറിന് നല്ലതാണ്. ഒരു 2 നുള്ള് ചേർത്താൽ മതി. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഈ ഉഴുന്ന് അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത് പടപടേന്ന് നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാം. അപ്പം ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം നമ്മുടെ ഉഴുന്നുമാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്കിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. എല്ലാവർക്കും ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയാം. പുതിയതായിട്ട് ഏതെങ്കിലും പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് പ്രയോജനപ്പെടും. അതുപോലെ എല്ലാ സാധനങ്ങളും, അതായത് പെരിഞ്ജീരകം, കുരുമുളക്, ചതച്ച മുളകൊക്കെ 1/4 സ്പൂൺ കഷ്ടിച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ. അതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് അത് ഒഴിവാക്കി നമുക്ക് ഉണ്ടാക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നല്ല പരുവത്തിനാക്കി, കയ്യിൽ വെള്ളം തൊട്ട് വേണം ഇതിന് നമുക്ക് ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലാക്കി ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനൊക്കെ വയ്ക്കാം. ഞാൻ ചെറിയ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഉഴുന്നുവട മാവ് ഇതുപോലെ ഒരു ഷേപ്പിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു സൈഡൊന്നാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഉഴുന്നുവട ഞാനങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ തിരിച്ച് മറിച്ച് വിട്ടതൊന്ന് നല്ലവണ്ണം ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇനി അപ്പം നമുക്ക് ഉഴുന്നുവടയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് കാണാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ അടിപൊളി ഉഴുന്നുവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഒരുപാട് വലിയ ഷേപ്പൊന്നും ഇല്ലെങ്കിലും സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പിയാണ്. കണ്ടോ സൗണ്ട് കേട്ടോ? അത്ര നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഈ നമ്മൾ ആ ചേർത്ത സാധനങ്ങളൊക്കെ തന്നെ ഇതിനകത്തുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും നമുക്ക്. അപ്പോൾ കട്ടൻ ചായയും ചൂട് ഉഴുന്നുവടയുമാണ്. നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.